know it's a little bit vulgar. ആകെ 100 സബ്സ്ക്രൈബേഴ്സിൽ ഇനി എത്ര പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു പോലും അറിയില്ല. ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് റിയലി ഫണ്ണി ഡൂയിങ് ദിസ് വീഡിയോ. എനിക്ക് തന്നെ ചിരി വരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട്. കണ്ണിൽ സോപ്പ് പോയി കിടക്കുക. ലൈക്ക് മൈ വീഡിയോ ഗൈസ്. ഇന്നത്തെ ദിവസം മേക്കപ്പിന് ഒട്ടും കുറവ് വരുത്തണ്ട. ഫൗണ്ടേഷൻ വാരിക്കോരി അങ്ങ് തേച്ച് പിടിപ്പിക്കണം. കളറുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ബ്ലാക്ക് മാർക്സ് ആൻഡ് ബ്ലാക്ക് സ്പോട്ട്സ്. ഓഫ്, പല്ല് തേച്ചതാണല്ലോ രാവിലെ. ഇന്നും മഞ്ഞ പല്ല്. എത്ര തേച്ചാലും വെളുക്കാത്ത നശിച്ച പല്ല്. വയനാട്ടില്ലാത്ത ഭാഗ്യം. ഞാൻ നല്ല ഭംഗിയാലേ. ഹായ് ഹായ്. സുന്ദരിയാ ഞാൻ. ഒന്ന് പോടുന്നു. ഞാനിപ്പോൾ എവിടെയാന്നല്ലേ? ഞാനിപ്പോഴേ എൻ്റെ ഒരു ക്രഷിൻ്റെ വീട്ടിലാണ്. അവൻ്റെ പേര് ഇമ്രാൻ. കോളേജ് മേറ്റാ. ഇന്ന് എൻ്റെ റൂട്ട് ക്ലിയർ ചെയ്യും. അവൻ്റെ അമ്മേ നല്ല ഒന്നാം തരം കുക്കാ. നല്ല മട്ടൻ ബിരിയാണിയും കോഴി ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കും. ഇന്ന് മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടെ വിളിച്ചപ്പോൾ എന്നെയും കൂടെ വിളിച്ചു. ശരി, ഞാൻ പോട്ടെ, അവൻ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്രാൻ. എൻ്റെ ഇമ്രാൻ ഹഷ്മി. എന്തൊരു ലുക്കാന്ന് കണ്ടോ? നിനക്കല്ലേ എൻ്റെ വീട് കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇതാണ് എൻ്റെ മുറി. ഇഷ്ടപ്പെട്ടോ? എയർ കണ്ടീഷൻ ഇവിടെ സ്ഥലമുണ്ട്, പക്ഷേ ചെയ്യണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമുള്ള തന്നെ. നല്ല കാറ്റാ. എന്തോളം വിൻഡോസാ. ഇതാണോ എൻ്റെ മുറി? നല്ല മുറിയാടാ. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും അല്ലേ? എന്തോരം ജനല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ തന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു മുറിയാണ്. വാഷ്റൂം എവിടെയാ? വാഷ്റൂമോ? ഇതേ വാഷ്റൂം. ഇത് ഒരുപാട് സമയം എടുക്കുമോ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. പോയിട്ട് വാ. ഒന്നിന് വന്നപ്പോഴാ ഒരു സമാധാനം. ഹായ്. ഒന്നിന് വന്നപ്പോൾ രണ്ടിന് മുട്ടുന്നോ? അപ്പോളേ പറഞ്ഞതാ ഞാൻ എന്നോട് തന്നെ, ഇത്രയധികം മട്ടൻ ബിരിയാണി കുത്തി കേട്ടണ്ടെന്ന്. ഇപ്പം എന്തായി? എല്ലാം കൈവിട്ട് പോയി. ഇനിയിപ്പോൾ ഇട്ടിട്ട് പോവാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ? ഇടുമ്പുള്ള സൗണ്ട് ഒന്ന് കളയാം. സിമ്പിൾ. എനിക്ക് എന്തൊരു ബുദ്ധിയാ. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കുമ്പോൾ എന്താ ഒരു ഭാരം ഒഴിച്ചു വെക്കുന്നൊരു സമാധാനം. വരുന്നുണ്ടെങ്കിൽ വാ, വേറെ പണിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ എങ്ങനെയെങ്കിലും റൂട്ടാക്കി എടുക്കാൻ. ഇത്രയും ഗ്ലാമറുള്ള ചെക്കന്മാരൊക്കെ എന്നെ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുത്താം. അതിനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. പയറ്റി നോക്കാം. പിള്ളേർ ചോദിക്കുന്നതിന് മുന്നേ ഫോൺ വിളി വന്ന പോലെ ഒരു ഐഡിയ കാണിക്കാം. എന്തോ ഇപ്പം വരാവേ, ഒരു ഫോൺ വന്നതാണേ. നമ്മളോടെ കളി. അമ്മയെ തന്നെ വിളിക്കുന്ന പോലെ കാണിക്കാം. എന്താ അമ്മേ? ഓ, ഇപ്പോഴാണോ വിളിക്കുന്നത്? ഞാൻ ബാത്റൂമിലിരിക്കുക. ഇത്ര അത്യാവശ്യമുള്ള മെയിലാണോ? ഓ, ഞാനിപ്പം അയക്കാവേ. ഇപ്പം അയക്കാവേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുവേ, വേഗം വരുമേ. ഓക്കെ, ശരി.
മിഷൻ അക്കംപ്ലിഷ്ഡ്. റൂം സ്പ്രേ എടുത്ത് പൂശി വിട്ടേക്കാം. റൂം സ്പ്രേ എവിടെ പോയി? ദൈവമേ, റൂം സ്പ്രേ കാണാനില്ലല്ലോ. സ്പ്രേ പോലും ഇല്ലാത്ത ബാത്റൂമോ? ഇവനൊന്നും കക്കൂസിൽ പോലും പോവാറില്ലേ ഭഗവാനെ? എന്തോ ഒരു നാറ്റം. എൻ്റെ ദൈവമേ, ഉള്ള മട്ടൻ ബിരിയാണി എല്ലാം കുത്തിക്കയറ്റിയിട്ടേ. കൈതാൻ ഇനി ഫാൻ, കൈതാൻ ഫാൻ. മിക്കവാറും ഇവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഐറ്റം കണ്ടു കിട്ടാത്ത സ്ഥിതിക്ക് കാര്യം തീർത്തിട്ട് മെല്ലെ എണീറ്റ് പോകുന്നതായിരിക്കും ബുദ്ധി. ഇനിയിപ്പോൾ ഇവിടെ ആരും വരല്ലേ ദൈവമേ. വന്നാൽ അവൻ്റെ കാര്യം കട്ടപ്പോക. എണീറ്റ് പോവാ. ആരും ഇല്ല. തുറന്നപ്പോൾ തന്നെ എന്തൊരു നാറ്റ്. ലൈറ്റ് എവിടെ? ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. കോപ്പ് ഇപ്പുറത്താണോ? ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോകാൻ ഇത്ര സമയം വേണ്ടി വന്നു? ലേറ്റ് ആയതോ? അവിടെ ചെന്നപ്പോഴേ അമ്മ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞ അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്തു. മെയിൽ അയച്ച കുറച്ച് ലേറ്റ് ആയിപ്പോയടാ, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് 1 മിനിറ്റിലാണല്ലോ പോവുക. 1 മിനിറ്റ് പോലും വേണം, എനിക്ക് 50 സെക്കൻഡ് മതി. ഞാനൊന്ന് പോയിട്ട് വരാം. ഇപ്പം പോകണോ? പിന്നെ കുട്ടിയെ പിന്നെ ഇപ്പം പോകണ്ടേ? എന്ത് ചോദ്യമായി പെടും. നീ അങ്ങ് നിൽക്കും, ഞാനിപ്പോൾ വരാം. വീട്ടിൽ മട്ടനൊന്നും കിട്ടാറില്ല അല്ലേ? എൻ്റെ അമ്മേ. നിങ്ങൾ ഈ വീഡിയോ കുറച്ചെങ്കിലും ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.